ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ആത്മസാക്ഷാത്കാരമാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് ബോധിച്ചാൽ നാം വളരെ കരുതലോടുകൂടി വേണം ഓരോ നിമിഷവും വിനിയോഗിക്കാൻ. ജീവിതത്തിന് പരമമായ ഒരു ലക്ഷ്യമില്ലാത്തവർ എങ്ങനെയെങ്കിലും ജീവിച്ച് സമയത്തെ കൊന്നുകളയുകയാണ്. അവർ സമയത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. സമയത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. സമയം എല്ലാവർക്കും തുല്യമാണ്. ആർക്കും കൂടുതലോ ആർക്കും കുറവോ ഇല്ല. അതിനാൽ നമുക്കനുവദനീയമായ സമയം എത്രയോ ആ സമയത്തെ നമ്മൾ ഉത്കൃഷ്ടമായ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കണം. അതുകൊണ്ട് വെറും പ്രാകൃത സങ്കല്പം വല്ലമട്ടുമുദിക്കുകിൽ ഉടൻ തള്ളിക്കളഞ്ഞുള്ളം തെളിയിക്കും തപസ്സികൾ. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി യത്നിക്കുന്നവരെ തപസ്സികൾ എന്ന് പറയുന്നു. അവരെന്താണ് ചെയ്യുക എന്നാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. വെറും പ്രാകൃത സങ്കല്പം, നിസാരമായ ഈ ലോകകാര്യങ്ങളെക്കുറിച്ചുള്ളതായ സങ്കല്പം വല്ലമട്ടുമൊതിക്കുകിൽ, ഏതെങ്കിലും വിധത്തിൽ നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം ഉദിക്കുകയാണെങ്കിൽ ഉടൻ തള്ളിക്കളഞ്ഞുള്ളം. സങ്കല്പങ്ങൾ കയറി വരും. അതിനെ നാം തള്ളിക്കളഞ്ഞ് നല്ല സങ്കല്പങ്ങൾ നിലനിർത്താൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നാം ചെയ്യേണ്ടത്. അപ്രകാരത്തിൽ നിരന്തരമായ സാധന ചെയ്യുന്ന ഒരാൾക്ക് ആ പരമമായ അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടുകൂടി വേണം നമുക്ക് അനുവദിക്കപ്പെട്ട ഈ സമയം വിനിയോഗിക്കാൻ. പരീക്ഷാ ഹാളിൽ പരീക്ഷയ്ക്ക് തയ്യാറായിരിക്കുന്ന ഒരു കുട്ടി അനുവദിക്കപ്പെട്ട സമയം എപ്രകാരം വിനിയോഗിക്കുന്നുവോ അപ്രകാരമാണ് നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ സമയത്തെ വിനിയോഗിക്കേണ്ടത്. നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ താൻ പരീക്ഷ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രമോഷന് അർഹനാകുന്നു. എന്നാൽ നാം ആ സമയം വെറുതെ കളയുകയാണെങ്കിൽ അപ്പോൾ പഠിക്കാൻ പറ്റില്ല. പഠിച്ചത് നാം പ്രയോഗിക്കാനുള്ള സമയമാണ് പരീക്ഷ. അതിനു മുമ്പ് പഠിക്കാനുള്ള അവസരം ധാരാളമുണ്ട്. ആ പഠിക്കാനുള്ള അവസരത്തെ പഠിക്കാൻ തന്നെ വിനിയോഗിക്കണം. അതിന് അങ്ങനെ പഠിക്കാൻ ഉപയോഗിക്കാതെ അപ്പോൾ നമ്മൾ വെറും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ആ സമയം വിനിയോഗിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്കൊന്നും എഴുതാൻ പറ്റാതെ ജീവിതം പരാജയത്തിലേക്ക് കലാശിക്കുന്നതാണ്. ഇപ്രകാരമാണ് നമ്മുടെ ജീവിതവും. അതുകൊണ്ട് വെറും പ്രാകൃത സങ്കല്പം വല്ലമട്ടുമൊതിക്കുകിൽ ഉടൻ തള്ളിക്കളഞ്ഞുള്ളം തെളിയിക്കും തപസ്സികൾ.